സംസ്ഥാനത്തെ സമാധാനം തകർക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ. അനധികൃതമായി നിർമ്മിച്ച ധരംപൂർ മസ്ജിദ് പൊളിച്ചു കളയണം. ഹിമാചൽ പ്രദേശ് അൽപസംഖ്യക് കല്യാൺ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റായ SNA ഗിലാനിയുടെ വാക്കുകളാണിത്. ഹിമാചൽ പ്രദേശിലെ സമാധാനം തകർക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. താൻ ഒരു മുസ്ലിം ആണെങ്കിലും ഇക്കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഹിമാചൽ പ്രദേശിൽ മുസ്ലിം പള്ളികളും ശ്മശാനങ്ങളും നിർമ്മിച്ച് സാമൂഹിക ഘടനയെ തകർക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. താൻ ഒരു മുസൽമാൻ ആണെങ്കിലും ഹിമാചൽ പ്രദേശിലെ ഹിന്ദു സ്ത്രീകളുടെ സുരക്ഷിതയിലും ആശങ്കയുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ ഇത്തരത്തിൽ വന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ സോളാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധരംപൂർ പള്ളിയാണ് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ആസ്ഥാനം. ആർമി സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടർ കസൌലി, ആർമി സ്റ്റേഷൻ ദിക്സായി, സദപു, സോളാർ എന്നിവയുൾപ്പെടെ തന്നെ ധരംപൂരിലെ ചുറ്റും നിരവധി സൈനിക സ്റ്റേഷനുകളുണ്ട്. ധരംപൂരിൽ ഒരു CRPF കേന്ദ്രവുമുണ്ട്. ഇവയെല്ലാം തന്നെ ധരംപൂർ ജാമിയ മസ്ജിദിൽ നിന്ന് ഭീഷണിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പുറത്തുനിന്ന് നൂറുകണക്കിന് മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ധരംപൂരിൽ പള്ളിയിൽ വരുന്നു. അവരാരും തന്നെ ധരംപൂർ താമസിക്കുന്നവരല്ല എന്നും ധരംപൂരിൽ 3 മുസ്ലിം കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. സംസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യ കുറവായിരിക്കെ തന്നെ ഇത്രയും വലിയ പള്ളികൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്തെ സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുവാനും ഹിന്ദു സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സംസ്ഥാന സർക്കാർ താല്പര്യമുണ്ടെങ്കിൽ ധരംപൂരിലെ ജാമിയ മസ്ജിദ് അടച്ചുപൂട്ടണം. ആവശ്യമായ അനുമതി വാങ്ങിയ ശേഷമാണോ ധരംപൂർ മസ്ജിദ് നിർമ്മിച്ചതെന്നും സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മസ്ജിദ് പണിയാൻ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് കണ്ടാൽ സജൌലിയിലെ അനധികൃത മസ്ജിദ് തകർത്തതുപോലെ തന്നെ ഇത് പൊളിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുസ്ലിം സമുദായത്തിലെ കൊടൂരതകളെ കുറിച്ച് സ്വന്തം സമുദായത്തിലെ ഒരു വ്യക്തി തന്നെയാണ് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നും മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾ അടിമകളെ പോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹിന്ദു സ്ത്രീകൾ അനുഭവിക്കുന്ന കൊടൂരതകൾ എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ ഹിന്ദു സംഘടനകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അതേസമയം ഹിമാചൽ പ്രദേശിലെ സോളാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധരംപൂർ പള്ളിയാണ് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ആസ്ഥാനമെന്ന് പറയുന്നതും. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിലെ സജൌലിയിലെ ഒരു മുസ്ലിം പള്ളിയുടെ അനധികൃത ഭാഗങ്ങൾ പൊളിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. മസ്ജിദ് അനധികൃതമായി നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രാദേശിക ഹിന്ദുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്നാണ് കോടതി ഉത്തരവ് വന്നതും. സമീപകാലത്ത് ഹിമാചൽ പ്രദേശിലെ വിവിധ പട്ടണങ്ങളിൽ നിരവധി അനധികൃത മുസ്ലിം പള്ളികൾ ഉയർന്നു വന്നത് ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾക്കിടയിൽ ആശങ്കകൾ ഉയർന്നു വരികയായിരുന്നു. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള മുസ്ലിങ്ങൾ അനധികൃത പള്ളികൾ ധാരാളമായി സന്ദർശിക്കുന്നതിനാൽ തന്നെ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.